നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിലും വേണ്ടത്ര സൗകര്യങ്ങൾ ഇല്ല എന്ന് ബസ് ഉടമകൾ പറയുന്നു. ഇതുമൂലം ഈ വഴിക്ക് ബസ് വരാൻ ഏറെ അസൗകര്യമുണ്ടെന്നും ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഗോപിനാഥൻ പറയുന്നു. പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് വീണ്ടും പ്രവർത്തനം ആരംഭിക്കാൻ ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി തീരുമാനിച്ചായിട്ട് അറിഞ്ഞു. 2018 ഉണ്ടായിരുന്ന മുഴുവൻ ബസ്സുകളും വീണ്ടും സ്റ്റാൻഡിലേക്ക് തിരിച്ചു വരണമെന്നാണ് തീരുമാനം. 2018 30-ലധികം ബസ്സുകൾക്ക് ഒരേ സമയത്ത് അവിടുന്ന് സർവീസ് നടത്താൻ കഴിഞ്ഞിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പുതിയ ബസ് സ്റ്റാൻഡ് അതിൻ്റെ 4 ഭാഗം ഫെസിലിറ്റി പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് 200-ലധികം ബസ്സുകൾ വീണ്ടും അതേ റൂട്ടിലൂടെ അതേ ബസ് സ്റ്റാൻഡിലൂടെ സർവീസ് നടത്തണമെന്ന് പറയുന്നത്. ഇത് അവിടുത്തെ കുറച്ച് കച്ചവടക്കാരും അവരെ നിയന്ത്രിക്കപ്പെടുന്ന കുറച്ച് ഉദ്യോഗസ്ഥരും കൂടി ചേർന്നെടുത്ത ഒരു തീരുമാനം മാത്രമായിട്ട് ഞങ്ങൾക്ക് ഇതിനെ മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. സ്വകാര്യ ബസ്സിനെ സംബന്ധിച്ചിടത്തോളം, അപ്പോൾ പ്രത്യേകിച്ച് പൂടൂര് ഭാഗത്തുനിന്ന് വരുന്ന ബസ്സുകളെ സംബന്ധിച്ചിടത്തോളം നിലവിൽ അവർ മിഷൻ സ്കൂളിൽ നിന്ന് നേരെ ആശുപത്രിയുടെ മുമ്പിലൂടെയാണ് ഇപ്പോൾ സ്റ്റേഡിയം സ്റ്റാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി വരുന്ന അവർ ഈ മുനിസിപ്പൽ മിഷൻ സ്കൂളിൻ്റെ അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് ടൗൺ സ്റ്റാൻഡിന് മുമ്പിൽ കൂടെ ചെന്ന് റെയിൽവേ മേൽപ്പാലം കയറി വീണ്ടും മുനിസിപ്പൽ സ്റ്റാൻഡിൽ വന്ന് അവിടുന്ന് തിരിച്ച് വീണ്ടും സ്റ്റേഡിയം സ്റ്റാൻഡിൽ വന്ന് പോകാമെന്ന് പറയുമ്പോൾ നിലവിൽ അവർക്ക് അനുവദിച്ച സമയം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല 7 കിലോമീറ്ററോളം ദൂരം വലിയ ട്രാഫിക് കുരുക്കിലൂടെ കടന്നു വരുമ്പോൾ 10:15 പുറപ്പെടുന്ന വണ്ടിക്ക് 10:25 പോലും എത്താൻ കഴിയാത്തൊരു സ്ഥിതി സംജാതമാവും. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ടൗണിലെ ട്രാഫിക്കിൽ പുതിയ റെയിൽവേ ഗേറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഉണ്ടായ ടൗണിലെ ട്രാഫിക്കിൻ്റെ മാറ്റത്തിനനുസരിച്ച് ബസ്സുകളെ അവിടെ ക്രമീകരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാതെ 2018 ഉണ്ടായിരുന്ന മുഴുവൻ ബസ്സുകളും അവിടെ വരണമെന്ന് പറയുമ്പോൾ അത് മണ്ണാർക്കാട് ഭാഗത്ത് പറഞ്ഞ ബസ്സുകളെ സംബന്ധിച്ചിടത്തോളം ഇതേ പ്രശ്നങ്ങളുണ്ട്, ടൗൺ ബസ്സുകളെ സംബന്ധിച്ചിടത്തോളം ഇതേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു റീ അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കി ബസ് ഉടമകളുടെ വിഷയങ്ങൾ എന്താണെന്നും ബസ് ഉടമകൾ സർവീസ് നടത്തുമ്പോൾ അവർക്കുണ്ടാകുന്ന പരാതികൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാതെ ഏകപക്ഷീയമായി 2018 വരുന്ന മുഴുവൻ ബസ്സുകളും അവിടെ വരണം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ അതിനുള്ള സൗകര്യം, പുതിയ മുനിസിപ്പൽ സ്റ്റാൻഡിൽ അതിനുള്ള സൗകര്യമില്ല. ആ സൗകര്യം ഇല്ല എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് നേരത്തെ അതിനെ ബസ് ബേ ആക്കി ഉപയോഗിക്കാൻ തീരുമാനിച്ചിരുന്നത്. അത് ബസ് ബേക്ക് വേണ്ടി പണിത ഒരു ബസ് സ്റ്റാൻഡാണ്. ബസ് സ്റ്റാൻഡിൽ അതിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ട്രാഫിക് അഡ്വൈസറി കമ്പനിയുടെ തീരുമാനം അതേപടി നടപ്പിലാക്കിയാൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന പല ബസ്സുകൾക്കും ഓടാൻ കഴിയാത്ത സ്ഥിതി വരും. അത് യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് ബസ് ഉടമകൾക്കും അതിലെ തൊഴിലാളികൾക്കും വളരെയേറെ പ്രയാസങ്ങൾ ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാവും. അതുകൊണ്ട് ഈ തീരുമാനത്തിൽ പുനഃപരിശോധന വേണം. ഞങ്ങളങ്ങനെ ഏകപക്ഷീയമായിട്ട് ബസ് സ്റ്റാൻഡ് ബഹിഷ്കരിക്കാനൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾക്ക് ഓടാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി തരാതെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ ബസ് ഉടമകളുമായി ചർച്ച ചെയ്യാതെ ഇത്തരങ്ങൾ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിച്ചാൽ അത് ഒരിക്കലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ആ വിഷയം ഞങ്ങൾ എന്തെങ്കിലും തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കത്ത് നിൽക്കുമ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് അതിനൊരു കടുത്ത തീരുമാനം എടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും തെരഞ്ഞെടുപ്പോട് കൂടി അതിനൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ കടുത്ത തീരുമാനങ്ങളിലേക്ക് നീങ്ങാൻ ഞങ്ങൾ നിർബന്ധിതരായി തീരും എന്ന് ഞങ്ങൾ ബഹുമാനപ്പെട്ട RTOന്, ട്രാഫിക് SI ഉൾപ്പെടെയുള്ള പോലീസ് വിഭാഗത്തിന് എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾക്ക് നിലവിൽ ഇപ്പോൾ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.